പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവിൽ ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് ഈ ദിനം നമുക്കായിരിക്കാം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിപ്പാനവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? നമ്മുടെ കർത്താവിന്റെ, നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം അല്ല, അതിന്റെ പ്രത്യേകത വളരെ വ്യക്തമായി പറയുകയാണ്. ഈ ലോകത്തിലുള്ള മനുഷ്യൻ, ഈ ലോകത്തിലുള്ള സകല ആൾക്കാരും വ്യാജം പറയും. അതിന് സാധ്യതകൾ ഏറെയാണ്. എന്നാൽ നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ, വ്യാജം പറയാത്തവൻ, അനുദപിക്കാൻ, കുറ്റം ചെയ്തിട്ട് പാപം ചെയ്തിട്ട് വ്യാജം പറഞ്ഞിട്ട് അനുദപിക്കുവാൻ അല്ലെങ്കിൽ മനം തിരിയുന്ന ഒരു മനുഷ്യൻ. എന്നാൽ നമ്മുടെ ദൈവം അങ്ങനെ മനം തിരിയുന്ന ഒരു മനുഷ്യപുത്രനല്ല, ദൈവപുത്രനാണ്. വ്യാജം പറയാത്തവൻ, അനുദപിക്കാൻ തക്ക രീതിയിൽ പാപം ചെയ്യാത്ത ദൈവത്തിന്റെ പുത്രൻ. ആ ദൈവപുത്രൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും, ചെയ്യാതിരിക്കത്തില്ല. വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്തവനായ ആ വലിയ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പറയും. താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? അനവധി ചോദ്യങ്ങൾ പോലെ ഈ വാക്യം നമ്മളെ മുമ്പിലേക്ക് വിട്ടുതരുമ്പോൾ ഉത്തരം അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയട്ടെ. ഈ ദൈവം മനുഷ്യനല്ല, വ്യാജം പറയാത്ത വ്യാജം പറയുന്ന മനുഷ്യരുടെ ഇടയിൽ വ്യാജം പറയാത്ത എന്റെ ദൈവം, കൈവിടാത്ത എന്റെ ദൈവം, ആശ്വസിപ്പിക്കുന്ന എന്റെ ദൈവം, ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു പറയുവാൻ ഈ ദിനം ഏൽപ്പിച്ചു കൊടുക്കട്ടെ. പ്രത്യാശയോടെ ധൈര്യത്തോടെ നമുക്ക് അങ്ങനെ പ്രഖ്യാപിക്കാം. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.